എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ ലോറിക്ക് ചെറിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഞാൻ നേരത്തെ എണീച്ചായിരുന്നു മോളെ. ശരി ശരി. എന്നാ അപ്പം ലോറിക്ക് ചെറിയ ചെക്ക് എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റ് എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ എയർ പോകുന്നുണ്ട്. വണ്ടി റണ്ണിങ്ങിൽ വണ്ടിയുടെ എയർ കുറഞ്ഞ് വണ്ടി സൈഡാക്കി എയർ കയറാൻ നമ്മൾ കുറച്ച് ആക്സിലേറ്ററെല്ലാം കൊടുക്കുമ്പോഴാണ് എയർ പിന്നെ കയറൽ. അത് കയറാനും കുറച്ച് പണിയുണ്ട്. പിന്നെ സാധാരണ എയർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്നാ കുറച്ച് റണ്ണിങ്ങിൽ പോകുമ്പം ഒന്ന് കയറേണ്ടതാണ്. ചെറിയൊരു കുറച്ച് സ്പീഡിലെല്ലാം പോകുമ്പം എയർ കുറച്ച് കയറേണ്ടതാണ്. പക്ഷേ ഇതിൽ കയറുന്നില്ല. നമ്മൾ നിർത്തിയിട്ട് കുറേ നേരം ആക്സിലേറ്റർ നന്നായിട്ട് റേസ് ചെയ്തിട്ട് നമ്മൾ റേസ് ചെയ്യുമ്പോഴാണ് ഇതൊന്ന് കയറുന്നത്. ഞാൻ വണ്ടി ഒന്ന് ഷാർട്ടാക്കി വെക്കട്ടെ. പിന്നെ ഇടയിൽ വേറൊരു പണി കൂടെ ഉണ്ടായിരുന്നു വണ്ടിക്ക്. വണ്ടിയുടെ സ്റ്റീറിംഗ് ഓയിൽ ലീക്കായിരുന്നു. അത് ഞാൻ ഈ ഇടയ്ക്ക് ഈ വീടിൻ്റെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് ശരിയാക്കി. കാരണം അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വർക്ക്ഷോപ്പിൽ സർവീസ് സെൻറ്ററിൽ പോകാമെന്ന് വെച്ചിട്ട്. കാരണം ഭാരത് ബെൻസിൻ്റെ സർവീസ് സെൻറ്ററിൽ എന്തെങ്കിലും, ഭാരത് ബെൻസിനെന്നല്ല ഏത് വണ്ടിയുടെ സർവീസ് സെൻറ്റർ ആണെങ്കിലും ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവന്മാർ ആ സാധനം മൊത്തം മാറ്റാൻ പറയും. ഇനി ഇതിനെല്ലാം നല്ല പൈസയാണ്, തൊട്ട പൈസയാണ് ഭാരത് ബെൻസിനുള്ള എല്ലാ ട്രക്കിൻ്റെ ഇതിനൊക്കെ സർവീസ് സെൻറ്ററിലൊക്കെ നല്ല പൈസയാണ്. ഒന്ന് പീരിയോഡിക് സർവീസ്, ഒന്ന് ജസ്റ്റ് ഓയിൽ ചേഞ്ച്, ഫിൽറ്റർ, അത് ഇതെല്ലാം ഒന്ന് മാറി ഇറങ്ങാൻ തന്നെ 50,000 രൂപ. അപ്പം ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ ഇത് ചെറുതായിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്ക് നല്ല ലീക്ക് ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഈ വണ്ടിയുടെ സ്റ്റീറിംഗ് ഓയിൽ ഇതിൽ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ റെഡിയാക്കി. ഇവിടെ അടുത്ത് ഉള്ള ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് റെഡിയാക്കി. അപ്പോൾ അതിൻ്റെ പൈപ്പ് ചെറിയ ലൂസായിരുന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് മുറുക്കാനേ ഉണ്ടായിട്ടുള്ളൂ. അതൊന്നും അങ്ങനെ മുറുക്കി അത് റെഡിയാക്കി. അപ്പം അത്രയൊക്കെയാണ്. ഇപ്പം ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവാണ്. ഇനി വഴിയിൽ കൂട്ടുകാരൻ നിൽക്കുന്നുണ്ട്, അവനെയും കയറ്റണം. വെറുതെ പോകുന്നില്ല, അപ്പോൾ ആരെങ്കിലും കൂട്ടാ വെച്ച്. നിക്കി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? എന്തുണ്ട്? ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുവാണ്. വണ്ടി എടുത്ത് നീലക്കുപ്പി അവിടെ വെച്ചിട്ടില്ലേ? വണ്ടി എടുത്ത് നേരെ ഇനി അവനെയും കയറ്റി നേരെ കാസർഗോഡ് പെരിയയിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ കണ്ണൂർ കുറച്ചും കൂടി ദൂരമുണ്ട്. നമുക്ക് കണ്ണൂരിലെ സർവീസ് സെൻറ്റർ പ്രോപ്പർ കണ്ണൂർ ടൗണിലല്ല. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ദൂരം കൂടുതൽ. കാരണം പ്രോപ്പർ കണ്ണൂരാണെങ്കിൽ നമുക്ക് അതാ എളുപ്പം. ഇത് ഞാൻ കാസർഗോഡ് ജില്ലയിലെ പെരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭാരത് ബെൻസിൻ്റെ സർവീസ് സെൻറ്ററിലാണ് പോകുന്നത് ഇപ്പം. അങ്ങനെ ആള് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കാസർഗോഡ് ലൈഫ് ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാന്ന്. ഇവിടെ ഒരു ഹോട്ടലിൽ കയറി. നമ്മ ഇതേ സ്ഥലം ഏതാ? സ്ഥലമൊക്കെ തോയമ്പട എന്നാ തൊയമ്മൽ തൊയമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാന്ന്. ഇനി കാരണം ഇവിടുന്ന് ഒരു അരമണിക്കൂർ കണ്ടേ ഉള്ളൂ ഇനി അങ്ങോട്ടേക്ക്, സർവീസ് സെൻറ്ററിലേക്ക്. അണ്ണൻ മുന്നിൽ നടന്നു പോകുന്നുണ്ട്. ഇതാ ഹോട്ടല്.
അപ്പോൾ നമ്മൾ ഇനി ഭക്ഷണം കഴിച്ച് നമ്മൾ ഇനി നേരെ സർവീസ് സെൻ്ററിലേക്ക് പോകണം. ഇനി ഇവിടുന്ന് ഒരു അരമണിക്കൂറുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ സർവീസ് സെൻ്ററിലേക്ക് എത്താനായി. സമയം ഇപ്പം 9:15 ആവാറായി. 8:30 എത്തണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് എത്തണമെന്നൊന്നുമില്ല. ഇവന്മാരെന്നെ വരാൻ വേണ്ടി ഒരു 9 മണിയാവും. സ്റ്റാഫെല്ലാം വരാൻ വേണ്ടി 9 മണിയാകുമ്പോൾ അമ്മമാരെല്ലാം വരുള്ളൂ. അമ്മ 8:30 വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കേണ്ടി വരും. നമസ്കാരം. ആ സർവീസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലല്ല, ഒരു മിനിറ്റ്. 98 229 3207 3207.4 അഗസ്റ്റിൻ. അര ടാങ്ക് 1 2 3 4 5 എല്ലാം ഉണ്ട്. സ്റ്റീരിയോ ഉണ്ട്. ഇല്ല ഇല്ല. ഏതാ? ഇല്ല 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 ഇല്ല. ഉണ്ട് ഉണ്ട്. നമ്മളങ്ങനെ ഇവിടെ മുകളിൽ കയറി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ വണ്ടി അവിടെ വെളിയിലുണ്ട്. അപ്പം ഇനി നമ്മൾ വെയിറ്റിംഗ് റൂമിൽ പോയിരിക്കാൻ പോവാണ്. ഇതാണ് ഇവിടുത്തെ വെയിറ്റിംഗ് റൂം. 2 കട്ടിലേ ഉള്ളൂ. വാമന വാ വാ. നമ്മളങ്ങനെ വണ്ടി ഇതോട്ടും റെഡി ആയിട്ടില്ല. സമയം ഇപ്പോൾ ഒരു 2 മണിയായി ഉച്ചയ്ക്ക്. അപ്പം വണ്ടി ഇപ്പോൾ അവർ എയർ ലീക്കുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. മറ്റേത് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും, എൻജിൻ്റെ വാണിലായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വണ്ടി റെഡി ആവാത്തതുകൊണ്ട് നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് ഒരു 300 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും ഉള്ളതെന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. മിക്കവാറും വൈകുന്നേരം ആവുമായിരിക്കും വണ്ടി റെഡി ആവാൻ വേണ്ടി. നല്ല കാറ്റ് വീശുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നതെല്ലാം ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല. എത്തിയിട്ടുണ്ട്. നമ്മൾ ചോറാണ് പറഞ്ഞിരിക്കുന്നത്. വരുന്നുണ്ട്. മീൻചാർ സാമ്പാർ കുറച്ച് കഴിച്ചേ.
ആ മതി മതി. മിഞ്ചാറ് വേണ്ട 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 വേണ്ട. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പോഴത്തേക്കും റെഡി ആകുമായിരിക്കും. അങ്ങനെ നമ്മുടെ വണ്ടി റെഡിയായെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം ഇനി കയറി ബില്ല് എന്തെങ്കിലും ഒക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണം. എന്നിട്ട് സമയം ഇപ്പം എത്രയായി? 4 മണിയായി. 4 മണിയാകുമ്പോഴെല്ലാം റെഡി ആയത്. നമ്മളിപ്പം അതിനൊരു ആഡ് ഗ്ലൂ കൂടി നമ്മൾ ഒഴിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇവിടം വരെ വന്നതാണ്. ഭാരത് ബെൻസിൻ്റെ ആഡ് ഗ്ലൂ ഒഴിക്കുന്നത് തന്നെയാണ് നല്ലത്. പുറത്തൊക്കെ നല്ലതല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിന് ആഡ് ഗ്ലൂ കൂടി ഒന്ന് ഒഴിച്ചിട്ട് ബില്ലാക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കും. അപ്പം വണ്ടിയുടെ സംഭവമെല്ലാം ക്ലിയറായി. മറ്റേ എയറിൻ്റെ അത് അവർക്ക് വണ്ടി കുറേ നേരം ഓണാക്കിയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് എവിടെയും ലീക്കൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അതെന്തെങ്കിലും ചിലപ്പം ഹാൻഡ് ബ്രേക്ക് കുറേ നേരം വലിച്ചു വെച്ച് അങ്ങനെ റിലീസ് ചെയ്തപ്പം സംഭവിച്ചായിരിക്കാമെന്നാണ് അവർ പറയുന്നത്. പിന്നെ മറ്റേ ഇത് എൻജിൻ വാർണിംഗ് ലൈറ്റ് അത് അവർ ലാപ്ടോപ്പ് വെച്ച് ക്ലിയർ ചെയ്ത് എറർ ക്ലിയർ ആക്കി. അങ്ങനെ അത് ശരിയായി. അപ്പോൾ വണ്ടി കിട്ടി. സമയം ഇപ്പോൾ 5 മണി ആവാറായി. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.